ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ പോകുന്നൊരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരട്ടെ. അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നവരടുത്ത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുമെങ്കിൽ എൻ്റെ പേര് ഷബാന. ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീക്കും. കാര്യം എനിക്ക് 2-3 ബസ്സൊക്കെ കയറിയിട്ട് വേണം പഠിക്കാൻ പോകാൻ. അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് മേലൊക്കെ കഴുകി ചായ ഇട്ട് കുടിക്കുക. എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ചായ ഇട്ട് കുടിക്കുകയാണ്. പിന്നെ ഞാൻ ചായ ഇട്ട് ഇനി നേരെ ഒരുങ്ങാൻ പോകും. അപ്പോൾ വലുതായിട്ടൊരുങ്ങൊന്നുമില്ല, കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് ഫേസ് മൊത്തം ക്ലീൻ ചെയ്ത് നമ്മൾ വീണ്ടും മേക്കപ്പ് ആണ് ചെയ്യാറ്. അതുകൊണ്ട് നമ്മളിപ്പം ഞാൻ വളരെ ലേറ്റായിട്ട് കുറച്ച് സ്കിൻ കെയറും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യും. ഇത്രേ ചെയ്യുള്ളൂ, കണ്ണൊന്നും എഴുതാറില്ല. അപ്പം നമുക്ക് നേരെ ഒരുങ്ങാൻ പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരുങ്ങിയിട്ട് വരാം. എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പം എനിക്ക് കൊല്ലം വരെ പോയി തിരിച്ചു വരാനുള്ളത്. പിന്നെ അതും പോരാണ്ട് ഞാൻ ഇപ്പോൾ വ്ളോഗും കൂടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ചാർജിനിടാം ഫോൺ. ഓക്കെ, ഞാൻ ഒരുങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് കാണാം. പിന്നെ റെഡിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. പിന്നെ ഉമ്മ അതിനിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ അടുത്തൊക്കെ സംസാരിച്ചിട്ട് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി. വീടിൻ്റെ കുറച്ച് ഫ്രണ്ടിലാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. അതുകൊണ്ട് ഒരുപാട് നടക്കൊന്നും വേണ്ട. അപ്പം ഞാൻ നേരെ ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാൻ പോകണമെങ്കിൽ മൊത്തത്തിൽ 3 ബസ് കയറണം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്ന ഉടനെ തന്നെ ബസ് വന്ന് ഞാൻ നേരെ ചെന്ന് പാരിപ്പള്ളിയിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത ബസ് കയറാൻ വേണ്ടി നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ KSRTC വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിലാണ് കേസ്. ഇപ്പോൾ പുറത്തോട്ടിറങ്ങി നടക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. അത് കഴിഞ്ഞ് ബസ്സൊക്കെ വന്ന് എന്തോ ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് കിട്ടി. സാധാരണ ഞാനിങ്ങനെ പോകുമ്പോൾ സീറ്റ് കിട്ടാറില്ല. കൊല്ലം വരെ ഞാൻ സാധാരണ നിന്നാണ് പോകാറ്. പക്ഷേ ഇന്ന് ബസ്സിൽ വലിയ തിരക്കൊന്നും. പിന്നെ എനിക്ക് ഏക വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിൻഡോ സൈഡ് ഇട്ടില്ല. ഈ മാമ കയറിയിരുന്നു ഞാൻ ഇരിക്കുന്നതിന് മുന്നേ. അത് കഴിഞ്ഞ് അതിൻ്റെ വിഷമമൊക്കെ ഞാനിങ്ങനെ പോട്ട് ഇപ്പം എങ്ങനെ ഇറങ്ങുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിലാണ് ഈ മാമായും ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊല്ലം വരെ പോകാൻ കുറച്ച് നേരം ബസ്സിലിരിക്കണം കേട്ടോ. ഒരുപാട് ദൂരമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബോറടിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് കൊല്ലം എത്തിയാൽ പോരെ ഗൈസ്. ഇവിടെ നിന്ന് എനിക്കിനി വീണ്ടും ഒരു ബസ്സും കൂടി കയറണം. ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ കഷ്ടപ്പാടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2-3 ബസ് കയറി പോകുന്നത് തന്നെയാണ്. ഈ വെയിലെത്തി 2-3 ബസ് കയറി നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ ആകെ മൊത്തം ക്ഷീണിച്ചൊരിതാവും. പിന്നെ ഉണ്ട് അനീറ്റ. അപ്പോൾ ഞങ്ങൾ 1 മാസത്തിന് ശേഷം ഉണ്ടോ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അക്കാഡമി. അപ്പോൾ ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത്. ഇനി അങ്ങോട്ടെല്ലാം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് മാമിനൊക്കെ കണ്ട് നമ്മൾ നേരെ മേക്കപ്പ് ലാബിൽ കയറി നമ്മൾ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതെൻ്റെ ഒറ്റ ഫ്രണ്ട് അനീറ്റ. നമുക്കിവിടെ മൊത്തം ശത്രുതയാണ്. ഓക്കെ ഗൈസ്, തുടങ്ങിയിട്ട് ഇതൊക്കെ ഞാൻ നിന്റെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ പറയുന്ന പോലെ നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന എല്ലാം റിമൂവ് ചെയ്ത് വീണ്ടും നമ്മളെ സ്കിന്ന് എന്തോ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ CTM ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രൈമർ ഇടാൻ വേണ്ടി തുടങ്ങി. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 മാസത്തേക്ക് ശേഷം കാണുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ബേക്കിൽ അവർ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എക്സാമൊക്കെ വരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 മാസത്തോളം ആബ്സെൻ്റ് ആയിരുന്നു ഞാനും ഇവളും. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നാളത്തെ ശേഷം വന്നതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പ്രൈമറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് കുറച്ച് ലാഗുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മീറ്റിംഗ് നടക്കുന്നു. അപ്പോഴത്തേക്കും നമ്മളത് നിർത്തി. ഇനി അത് കഴിഞ്ഞ് കാണിക്കാം. അപ്പം നമ്മൾ കൺസീലറും ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മീറ്റിങ്ങുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും മേക്കപ്പ് ലാബിലോട്ട് വന്നു. അത് കഴിഞ്ഞ് നമുക്കിനി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കിനി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാ സ്റ്റുഡൻസും പോയി വീണ്ടും നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യാൻ തുടങ്ങി.
പിന്നെ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് ഹൈലൈറ്റിങ്ങും കോണ്ടോറിങ്ങും ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം അറിയാവുന്ന രീതിയിലാണ് കേട്ടോ അനീറ്റ വരയ്ക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വന്നിട്ടിപ്പം എന്തുവാ 1 മാസത്തോളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. നീ വരച്ച് വിട്. പിന്നെ എല്ലാം ഒരു കണക്ക് കൂട്ടലിലാണ്. പിന്നെ ഇവളിങ്ങനെ എല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്കാകെ ചിരിയും വന്നു. പിന്നെ എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ഓക്കെ ആയി. ആയിട്ടില്ല. ഇനി നമുക്ക് ഐ മേക്കപ്പും കൂടി ചെയ്യണം. തന്നെ തന്നെ ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ടാണ് ബ്ലഷ് ഇട്ടുകൊണ്ട് ഇത്രയും നാള് ഷൊണ്ണ തന്നെ ഡി. അവസാനം നമ്മൾ ബ്ലഷ് ഇട്ടു. പക്ഷെ ബ്ലഷ് ഇടാൻ പോണിട്ടില്ല. ഇനി ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. ഇനി ഐ മേക്കപ്പ് ഉണ്ട് അല്ലേ, അതുപോലെ ഉള്ളൂ. പിന്നെ എന്താണ് ഈ സീരിയസ് ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഐ മേക്കപ്പിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ്, അപ്പോൾ അവൾ പറഞ്ഞു ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറച്ച് തർക്കമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഒരു തീരുമാനത്തിലെത്തി. അപ്പം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തുവാ എനിക്ക് ഇവൾ ചെയ്ത് തന്നിട്ട് വേണം എനിക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാൻ. ഫൈനലി എല്ലാം കഴിഞ്ഞു. ഐ മേക്കപ്പും ബ്ലഷും കോണ്ടോറിങ് ഹൈലൈറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് മാമിനെ കാണിച്ച് അവസാനം മാം ഓക്കെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനായി. ഗൈസ് അടുത്ത ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ ചെയ്തത് ഞാൻ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. കാര്യം അവൾ എന്തുവാന്നോ ചെയ്തത് അത് തന്നെ കേട്ടോ ഞാനും ചെയ്തത്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. ഗൈസ് ക്ലാസ് കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ ഇവിടെ നിന്ന് നേരെ ബസ് കയറി എൻ്റെ വീട്ടിൽ പോകും. അവൾ വണ്ടിയിലാണ് വന്നത്. അവൾ വണ്ടിയിൽ പോകും. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ അങ്ങനെ കയറി പോവും. വേണ്ട, ഞാൻ മുതലേ യൂസ് ചെയ്യാറില്ല. ബൈ.